ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാഡം, പല രീതിയിലുള്ള എതിർപ്പുകൾ വരും. മാഡവും സാറും ഒന്നിച്ചാണ് ഈ സ്പിരിറ്റ് ബിസിനസ് നടത്തുന്നതെന്ന് വരെ ആരോപണങ്ങൾ വന്നേക്കാം. തളരരുത്. പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് നേടണം. പരാജയപ്പെട്ട അകത്തായി പോകുന്നത് വിഷ്ണു സാറാ. അതെ മോളെ, സത്യം തെളിയിക്കാൻ ഒളിവിൽ കഴിയുന്ന വിഷ്ണുവിനെ കൊണ്ട് സാധിക്കില്ല. നിന്നെ കൊണ്ട് മാത്രമേ കഴിയൂ. അതുകൊണ്ട് മനസ്സിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക. തളരാതെ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് തരണേന്ന് പ്രാർത്ഥിക്കുക. ഈശ്വരന്റെ സഹായത്താൽ ഈ പ്രതിസന്ധിയെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും മോളെ. നിനക്ക് കഴിയും. നിന്നെ കൊണ്ടേ കഴിയൂ. ചായ രാഘവേട്ട. അതിന് ചായ ചോദിച്ചില്ല ഭാമേ. ഓ, പാല് മിച്ചമുണ്ടായിരുന്നത് ചായ ആക്കിയതാ. ഇവിടെ ഇപ്പൊ ചായ വെക്കുന്നതും കുടിക്കുന്നതും നമ്മൾ രണ്ടുപേരും മാത്രമാ. വിഷ്ണു ശരിക്ക് ഭക്ഷണം പോലും ഇവിടുന്ന് കഴിക്കുന്നില്ല. ഏതു നേരവും ഓട്ടോ എന്നും പറഞ്ഞുകൊണ്ടുള്ള പോക്കല്ലേ. അത് ഓട്ടോ കൊണ്ടായിട്ട് തന്നെ ഭാമേ പോകുന്നേ. നീ ഇപ്പോഴേ അവനെ സംശയം കണ്ണുകൊണ്ട് നോക്കുന്നത് കൊണ്ടാണ് നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. അല്ലെങ്കിൽ തന്നെ അവന് കള്ളപ്പണ ചാലിനെ കാണാൻ പോണ്ട വല്ല കാര്യമുണ്ടോ? ഇനി അഥവാ അവൻ അങ്ങനെ പോയെന്ന് വെച്ചാൽ തന്നെ നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ? നിയമപ്രകാരേ അവൾ ഇപ്പോഴും അവന്റെ ഭാര്യ തന്നെ. ഇപ്പോ അച്ഛനും മകനും ഒക്കെ ഒറ്റ മനസ്സായി. ഞാൻ മാത്രം കലഹക്കാരി അല്ലേ? ശാലിനി അങ്ങ് പുണ്യവതി. ദേ, എന്റെ ചോദ്യങ്ങൾക്ക് ഇതുവരെ അവള് മറുപടി തന്നിട്ടില്ല എന്നുള്ളത് ഓർക്കണം. എത്ര സഹായിച്ചു എന്ന് പറഞ്ഞാലും എന്റെ ഉള്ളിൽ നിന്ന് അതൊന്നും പോയില്ല. അല്ലെങ്കിൽ എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കിട്ടണം. ഭാമേ, ഇതൊക്കെ നമുക്ക് മാത്രം അറിയുന്ന കാര്യങ്ങളല്ലേ? മറ്റുള്ളവരുടെ മുമ്പിൽ അവര് ഭാര്യയും ഭർത്താവുക. അവർക്ക് സംസാരിക്കാം, ബീച്ചിൽ പോവാം, ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ കറങ്ങാം. ഇതിനെല്ലാം നമ്മൾ കൊടുത്ത ലൈസൻസാ അവൻ അവളെ കഴുത്തി കെട്ടി താലി. അത് അവളുടെ കഴുത്തിൽ ഉള്ളിടത്തോളം കാലമേ വിഷ്ണു അവിടെ പോവുകയും ചെയ്യും, അവളുടെ കാര്യം നോക്കുകയും ചെയ്യും. നമുക്ക് തടയാനും ആവത്തില്ല. മകന് ചേർന്ന അച്ഛൻ തന്നെ മകനെ വളഞ്ഞു വഴിക്ക് നടക്കാൻ പറയുന്ന ഒരു തന്ത. കഷ്ടം തന്നെ. ഇതാ നിന്റെ കുഴപ്പം. ഒരു നല്ല കാര്യം പറഞ്ഞു തന്നപ്പോ പറഞ്ഞവന്റെ തലയിലേക്ക് തന്നെ എല്ലാം കൂടെ എടുത്തു വയ്ക്കും അല്ലയോ? ആണെങ്കിലേ കണക്കായി പോയി. ദേ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ. നായുടെ പാല് 12 കൊല്ലം കൊള്ളിട്ടാലും എന്താ കാര്യം? കഷ്ടം തന്നെ. അത് വളഞ്ഞിരിക്കത്തുള്ളു. ഈയിടെയായിട്ട് രാഘവേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വിഷ്ണു വന്നില്ലല്ലോ. ഇവനിത് എവിടെ പോയി കിടക്ക? വിഷ്ണു അല്ലേ? ചിലപ്പോഴേ അവൻ ശാരദാമ്മയുടെ ഭക്ഷണം കഴിക്കാൻ പോയി കാണും. നിങ്ങൾ നന്നാവാൻ പോകുന്നില്ല രാഘവേട്ട.